മഴ തോരും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൈജയന്തിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ എവിടത്തേക്കാണ് കൊണ്ടുപോകാനെന്ന ആലോചനയിലാണ് എല്ലാവരും. എന്നാൽ ഗംഗാധരനും ശിവനും എല്ലാവരും പറയുന്നുണ്ട്, എവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ കൊണ്ടുപോട്ടെ, അതാ നല്ലത്. വൈജയും ബാലചന്ദ്രനും ഒരുമിച്ച് കാണണമെങ്കിലും അവരുടെ എല്ലാ ഒരു വിഷമങ്ങളും മാറണമെങ്കിലും അവർ ഒരുമിച്ചായിരിക്കണം. അതുകൊണ്ട് വൈജയെ ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ മതിയെന്നാണ് സഹോദരങ്ങളുടെ തീരുമാനം. എന്നാൽ വൈജ പറയുന്നുണ്ട്, എന്തായാലും അലീന ആ വീട്ടിലുണ്ടെങ്കിൽ തിരിച്ചു പോകില്ല എന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, എന്നാലും അമ്മേ, ഇനി ഇങ്ങനെയൊന്നും കാണിക്കരുത്, എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ഒരു വൈരാഗ്യ ബുദ്ധിയും കാണിക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞ്, ആരാടി നിൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞ് വൈജ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്താലും ഞാൻ ഇങ്ങനെയാണെന്ന് ഇനി ഒരു ദിവസം എങ്ങനെയാണെന്നും മനസ്സിലാക്കുന്ന ദിവസം അമ്മ വരും. ഞാൻ പറഞ്ഞില്ലേ എന്നെ അമ്മയെന്ന് വിളിക്കരുതെന്ന്, നിൻ്റെ ആരാടി ഞാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സുഖമില്ലാതെ ഈ അവസ്ഥയിലും അവളുടെ അടുത്തുള്ള ഒരു ദേഷ്യവും ഇതുവരെ മാറിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ബാലചന്ദ്രനാകട്ടെ എവിടെ കൊണ്ടുപോയിരുന്നാലും നമുക്കത് തീരുമാനിച്ച് ഒരു വഴിക്കാക്കാനേ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അവളെ കാര്യം ഇനി കേൾക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷേ ഈ സുഖമില്ലാത്ത അവസ്ഥയിൽ നോക്കിയില്ല എന്നുള്ള പേരെനിക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ശിവനും എല്ലാവരും ആലോചിക്കുക, ഗംഗാധരനെല്ലാം ആലോചിക്കുക. ശിവൻ്റെ ഭാര്യയെടുത്തും പറയുന്നുണ്ട്, ഈ കുട്ടികളും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് പോട്ടെ. അപ്പോഴത്തേക്കും അവരെന്തിനാ അവിടെ പോകുന്നത്, അവളുള്ള വീട്ടിലെ ഇവർ പോവേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ശിവൻ പറയുന്നുണ്ട്, എന്തായാലും അവരവരെ വീട്ടിൽ തന്നെ പൊയ്ക്കോട്ടെ, എന്നായാലും പോവേണ്ടതില്ലേ, പിന്നെ എന്തിനാ നീ പിടിച്ചു വയ്ക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി ഒരു മാറ്റം, ഇതുപോലെ അല്ലായിരുന്നല്ലോ, നിങ്ങളല്ലേ ഈ പിള്ളേരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്, ഇപ്പോഴാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയുന്നു, എന്താ എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് കമലയും പറയുന്നുണ്ട്. എന്നാൽ ഹരിയുടെ ഓരോരോ പെരുമാറ്റവും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തലെല്ലാം കേട്ട് ബബിതയാണെങ്കിൽ ആകെ സങ്കടത്തിലിരിക്കുക. ബബിതയാണെങ്കിൽ ആ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് വീട്ടുകാരെ കാണിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയും ഭയത്തിലിരിക്കുക. അത് വെച്ച് തന്നെ ബബിതേനെ വല്ലാത്ത ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഹരി. എന്നാൽ വീണ്ടും പറയുന്നുണ്ട്, നീ എവിടെ പോയി രക്ഷപ്പെട്ടിരുന്നാലും നിന്നെ ഞാൻ മറക്കുകയില്ല, നിന്നെ ഞാൻ എന്താണെന്ന് കാണിച്ചു തരികയും ചെയ്യും. എന്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു ബോംബായിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഞാനാണെങ്കിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നീ എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ഹരി. അങ്ങനെ ബബിത പോയി വീട്ടിലെ അനിയന്മാരുടെ അടുത്തെല്ലാം പറയുന്നുണ്ട്, അനിയൻ്റെ അടുത്തും പറയുന്നുണ്ട്, നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന്. പക്ഷേ എന്താ ഇപ്പോൾ ഇങ്ങനെ എടുക്കാൻ നിനക്കൊരു തീരുമാനം എടുക്കാൻ കാരണമെന്ന് ശിവനൊക്കെ ചോദിക്കുന്നുണ്ട്. അതെനിക്ക് എപ്പോഴായിരുന്നാലും വീട്ടിൽ പോയാലേ പറ്റുള്ളൂ, എനിക്ക് പോകണം എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പറ്റിയാൽ ഇന്ന് തന്നെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് ഹരി നിൽക്കുക. എന്തായാലും അവൻ്റെ കളി ഇവളുടെ അടുത്ത് നടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു. എന്തായാലും ബാക്കിയുള്ളവരുടെ അടുത്ത് കാണിക്കുമ്പോഴുള്ള ഒരു പേടിപ്പെടുത്തലോ ഒന്നും തന്നെ ബബിതയുടെ അടുത്ത് നടക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഹരി. അങ്ങനെ ഹരിയാണെങ്കിൽ ആലോചിക്കുക, എന്ത് ചെയ്താൽ അവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റുമെന്ന്. പക്ഷേ വീട്ടിലും എല്ലാവരും ആലോചനയാണ്. എന്തായാലും ബാലചന്ദ്രൻ്റെ മക്കളും വൈജയന്തിയും തിരിച്ചങ്ങോട്ട് തന്നെ പോകണമെന്ന എല്ലാവരും തീരുമാനം. ശിവൻ്റെയും ഗംഗാധരൻ്റെയൊക്കെ തീരുമാനം. രാജീവും അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല, അവരെ അങ്ങോട്ട് തന്നെ പോട്ടെന്ന്. എന്നാൽ ഇതിലൊന്നും പറയാൻ പറ്റാതെ നിൽക്കുന്ന ഒരാളേ ഉള്ളൂ അവിടെ. ബാലചന്ദ്രനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലായിരിക്കുന്നത്. ഇനി അവൾ അറിയുന്ന നിമിഷം ഒരു ഡൈവേഴ്സ് എന്ന ഒരു തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ബാലചന്ദ്രന് നിൽക്കുന്നത്.
അങ്ങനെ രേവതി കുട്ടിയാണെങ്കിൽ ഒരു വഴിക്ക് അച്ഛനെയും അമ്മയും കാണണമെന്ന് ഉള്ള തീരുമാനത്തിരിക്കുക. പക്ഷേ രേവതിക്കുട്ടിയുടെ അമ്മ മരിച്ചെന്നറിയുകയും ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തൻ്റെ അച്ഛൻ്റെ ആ അവസ്ഥയിൽ പോയി കാണുകയും രേവതിക്കുട്ടി ആകെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയുടെ അച്ഛൻ അവിടെ പോകുമ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്കന്ന് പറ്റിയൊരു അബദ്ധം, ആ ഒരു അവസ്ഥ അത് കാരണമാണ് എനിക്കിന്ന് ഈ അവസ്ഥ വരാനും അതുപോലെ തന്നെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് സംഭവിക്കുന്ന കാരണമായത്